ഹായ്, നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഒരുപാട് ഘടകങ്ങളെ നമ്മളെ ബാധിക്കും. നമ്മുടെ കോസ്റ്റ്യൂം ആണെങ്കിലും നമ്മുടെ മേക്കപ്പ്, ഓർണമെൻറ്റ്സ് എല്ലാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് കോസ്റ്റ്യൂമാണ്. അപ്പോൾ നമ്മളെ കോസ്റ്റ്യൂം നമ്മൾ എത്ര കണ്ട് അടിപൊളിയാക്കണോ അത്ര കണ്ട് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. ഒരുപാട് കസ്റ്റമേഴ്സിന് റെഡിമെയ്ഡ് ഡ്രസ്സ് കിട്ടും. പക്ഷെ എത്ര റെഡിമെയ്ഡ് ഡ്രസ്സ് ഇട്ടാലും അവർക്കൊന്ന് ഷേപ്പാക്കാൻ ഉണ്ടാവും. പക്ഷേ ഷേപ്പാക്കിയത് റെഡി ആയിട്ടില്ലെങ്കിൽ ഓരോ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ചില കസ്റ്റമേഴ്സിന് റെഡിമെയ്ഡ് ഡ്രസ്സ് കിട്ടില്ല. ചിലപ്പോൾ അവർക്ക് കൈ ടൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ പാൻറ്റ് റെഡിയായി കിട്ടില്ല. എങ്ങനെയാണെങ്കിലും അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും പറ്റിയ സംഭവം ബിറ്റെടുത്ത് ചെയ്യിപ്പിക്കാമെന്നാണ്. ബിറ്റെടുത്ത് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് അടിക്കാൻ പറ്റും. ഇപ്പോൾ 3XL, 4XL അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് നല്ല ഹൈറ്റുള്ളവർക്ക് അവർക്കൊക്കെ പറഞ്ഞാൽ റെഡിമെയ്ഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെഡിമെയ്ഡ് കിട്ടിയാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻറ്റ് റെഡിയായി കിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കൈയിൻ്റെ അവിടെ ടൈറ്റ് ആയിരിക്കും. അവർക്ക് എഴുതിയൊരു കംഫേർട്ട് ആ ഡ്രസ്സിൽ നിന്ന് അവർക്ക് കിട്ടില്ല. എന്നാൽ തന്നെ ആ ഒരു ഫംഗ്ഷൻ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒരിക്കലും അവർക്ക് കിട്ടില്ല. ഇപ്പോൾ ബിറ്റിൽ നമ്മുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അത് കോട്ടണിലാണെങ്കിലും പാർട്ടി വെയറിലാണെങ്കിലും മസ്ലിന് എല്ലാ മെറ്റീരിയലും നമ്മുടെ അടുത്ത് ബിറ്റ് അവൈലബിൾ ആണ്. ബിറ്റിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അനാർക്കലി വേണമെങ്കിൽ അനാർക്കലി അടിക്കാം, എയർലൈനിൽ അടിക്കാം, അല്ലെങ്കിൽ സൈഡ് ഓപ്പൺ വേണമെങ്കിൽ സൈഡ് ഓപ്പൺ ഇട്ട് അടിക്കാം. ഏത് ലെവലിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് ബിറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ വരും വീഡിയോസിൽ ഒരു സീരീസ് ആയിട്ട് തന്നെ നമ്മൾ ബിറ്റിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി കുറച്ച് ബിറ്റിൻ്റെ സീരീസാണ്. സ്റ്റേ ട്യൂൺ.